പത്തരമാറ്റിലാണെങ്കിൽ നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ നവ്യ നടത്തുകയാണ്. അനിയാണെങ്കിൽ മുത്തശ്ശനോട് അങ്ങനെ സംസാരിക്കുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. നവ്യ അവരുടെ മുൻപിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, അതായത് എൻ്റെയും തീരുമാനം അത് തന്നെയാണ്. വെറുതെ ഇഷ്ടമല്ലാത്തവരെ തമ്മിൽ ഒന്നിപ്പിച്ച് എന്തിനാണ് അനിയുടെ ജീവിതം വീണ്ടും സങ്കടത്തിലാഴ്ത്തുന്നത് എന്ന് നവ്യ പറയുമ്പോൾ ആദ്യമായിട്ട് അനിക്ക് നവ്യയെ ഒരു ഏട്ടത്തിയുടെ സ്ഥാനത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് കാണാം. സത്യം പറഞ്ഞാൽ ആദർശും നയനയും അനിയുടെ സൈഡിലേക്ക് നിൽക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ തുടരുന്നുണ്ട്. അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം അങ്ങോട്ട് നടത്തി കൊടുക്കണം. അതിനിപ്പോൾ എൻ്റെ എതിര് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ എതിരഭിപ്രായം പിൻവലിക്കുകയാണ് എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നവ്യയ്ക്ക് ഇങ്ങനൊരു മാറ്റം വന്നതിൽ ആദർശും നയനയും അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ അനി വളരെയധികം സന്തോഷവാനാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും നവ്യയുടെ ആദ്യമായിട്ട് തനിക്ക് നല്ലത് ഒന്ന് ചെയ്തല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന അനി ആ സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കെ ആദർശും എങ്കിൽ പിന്നെ എനിക്കും ഈ വിവാഹ നിശ്ചയം നടക്കണമെന്നില്ല, അനിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും അനിയുടെ പക്ഷത്തേക്ക് മാറുന്നുണ്ടെങ്കിലും ജാനകി സമ്മതിക്കുന്നില്ല. ജാനകിയെ ഒടുവിൽ മുത്തശ്ശൻ അനന്തമൂർത്തി അനുസരിപ്പിക്കുന്നു എന്ന് വേണം കാണാനായിട്ട് സാധിക്കാൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.